ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ ടോപ്പ് 5 ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ഒന്നാമനായിട്ട് വരാൻ ഞാൻ സാധ്യത കൽപ്പിക്കുന്നത് അനീഷേട്ടനെ തന്നെയാണ്. അനീഷ കാരണം അദ്ദേഹം ആദ്യത്തെ വീക്കിൽ അദ്ദേഹം ഇറിറ്റേറ്റിംഗ് ഗെയിമാണ് കളിച്ചത്. ഇറിറ്റേറ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജനശ്രദ്ധ ആർക്കും അറിയാത്ത, ആർക്കും പരിചയമില്ലാത്ത ഈ ഫേസ് ഒരു മനുഷ്യന് പോലും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കാർക്ക് പോലും മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അനീഷേട്ടൻ. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിം കളിച്ച് ജനങ്ങളുടെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ അല്ലാണ്ട് വേറെ മോശമൊന്നുമല്ല, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിമാണ് പുള്ളി കളിച്ചത്. ആ ഇറിറ്റേറ്റിംഗ് ഗെയിം കൊണ്ട് എല്ലാവരും അയാൾക്ക് നേരെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ അയാളെ ശ്രദ്ധിച്ചു തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിം. അപ്പോൾ അതിനുശേഷം പുള്ളിയെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പരദൂഷണം പറയുന്നില്ല, ഒരു കാര്യം ഒരാളോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പോയി മറ്റൊരാളോട് പറയുന്നില്ല, ഒരു ഗ്രൂപ്പിലും പെടുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇൻഡിവിജ്വൽ ഗെയിമർ, ഇൻഡിവിജ്വലായിട്ട് ഇന്ന് മുതൽ ആ ഒന്നാമത്തെ ദിവസം മുതൽ ഇന്ന് 88 അങ്ങോട്ട് ദിവസമായിട്ടുണ്ടോ, ഈ 88 ദിവസം വരെയും ഒറ്റയ്ക്ക് കളിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അനീഷ് ടി.എ ആണ്. കോടന്നൂർക്കാരനായ ഒരു സാധാരണക്കാരായിട്ട് സാധാരണ കോമണർ എന്നുള്ളൊരു തസ്തികയിലേക്ക് അകത്തേക്ക് കയറി വന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി മാറി നമ്മുടെ ജനമനസ്സിൽ ഇടം നേടിയത് എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുള്ള ഹ്യൂമാനിറ്റി, ആർക്കെന്ത് പ്രശ്നം വന്നാലും അവരോട് സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക, അതിനാരെന്നൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നങ്ങളും ആരുമായിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്നത്തെ ദിവസം കൊണ്ട് അത് തീരും. അത് അതിൻ്റെ ഗെയിം സ്പിരിറ്റോട് കൂടി എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് അത് വെക്കാറേ ഇല്ല. ആരോടുകൂടും പേഴ്സണൽ ഗ്രഡ്ജ് എടുക്കാതെ സംസാരിക്കുക. പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രഡ്ജും പുള്ളി സൂക്ഷിക്കാറേ ഇല്ല. പറയാനുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുന്ന, വളരെ ട്രൂത്തായിട്ടുള്ള, വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, റിയൽ പേഴ്സണാലിറ്റി, ഫേക്ക് അല്ലാത്ത റിയൽ മനുഷ്യനായിട്ട് നിന്ന ഒരേ ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നിയത് അത് അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് ഈ കപ്പ് വാങ്ങാൻ, ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങാൻ യോഗ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് വരേണ്ടത് നമ്മുടെ അനുമോള് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനിമോളെ സംബന്ധിച്ചോളം അനുമോൾക്ക് കുറച്ചൊരു അനുമോളൊരു നല്ല ഹ്യൂമൻ ബീങ്സ് ആണ്, നല്ല ഒരു പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാണ്, നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പോയി പറയുന്ന ഒരു സ്വഭാവമില്ല. ആ ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് പറയുന്ന, അവർ തമ്മിൽ അത്രമാത്രം ബോണ്ട് ഉള്ളപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകരുമ്പോൾ മറ്റൊരാളോട് പോയി പറയുന്ന ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ വലിച്ചു കീറാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയും അനുമോൾക്കില്ല. അനുമോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതൊരു റിയൽ ആയിട്ട്, വളരെ ജെനുവിനായിട്ട്, വളരെ ട്രൂത്തായിട്ട് കണക്കൂട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ആ ഒരു ഗുണം വളരെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനുമോളുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കുമ്പോൾ കിച്ചണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് മനഃപൂർവ്വം അനുമോൾ ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകും എന്നറിയാവുന്ന ആൾക്കാർ മനഃപൂർവ്വം അത് ഉണ്ടാക്കാൻ പലതവണയും ശ്രമിക്കാറുണ്ട്. അത് മനസ്സിലാക്കി അനുമോൾ അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കാറില്ല. ഫുഡ് കൊടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ നെഗറ്റീവ് ആക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നില്ല. അത് അനുമോളുടെ ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇനി 3ാമതായിട്ട് ഞാൻ പറയുന്നത് ഷാനവാസിക്കയാണ്. ഷാനവാസിക്കയെ സംബന്ധിച്ചോളം പുള്ളി ഒരു മാസ് ഡയലോഗും പുള്ളിയുടേതായിട്ടുള്ള ഒരു, കാരണം മീൽ ഷോവിനിസം പോലെ പുള്ളി കുറച്ച് പുരുഷത്വ ഹോർമോൺ കൂടുതലുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു മാസ് ഡയലോഗും താനൊരു ഒരു നായകൻ ലെവലിലാണ് പുള്ളി എപ്പോഴും. ഇതൊരു സീരിയൽ എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു നായകൻ്റെ റോള് പുള്ളി ആദ്യമൊക്കെ അങ്ങനെയാണ് ശ്രമിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം അനീഷുമായിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പുള്ളി മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അനീഷേട്ടനെ ചൊറിഞ്ഞുകൊണ്ടായാലും അനീഷേട്ടനെ കൂടാനായിട്ട് പല തവണയും ശ്രമിച്ചു. ലാസ്റ്റ് ആ ഒരു റിയാസ് സലീം വന്നതിന് ശേഷം അത് ബിഗ് ബോസും കൂടി അംഗീകരിച്ചുകൊണ്ട്, കാരണം യാതൊരു തരത്തിലുള്ള കോംബോയും ഉയർന്നു വരാത്തത് കൊണ്ട് ബിഗ് ബോസിൻ്റെയും കൂടി ഒരു അംഗീകാരത്തോടു കൂടി റിയാസ് സലീമും കൂടി ചേർന്നിട്ടാണ് അതങ്ങനെ ഒരു ഐ ലവ് യു ഫ്രണ്ട് എന്നൊക്കെ പറയിപ്പിച്ചത് അനീഷേട്ടനെ കൊണ്ട്. അതിനുശേഷം അവരൊരു നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്നാലും പലതവണയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വിള്ളൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഒരു എന്താ പറയുക, ആരോടെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിയലായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ഫേക്ക്നെസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ആദില നൂറാമാരുടെ കൂട്ടുകെട്ട് അദ്ദേഹത്തിന് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിന് ഇടിവ് പറ്റിയിട്ടുണ്ട്. കാരണം അതൊരു അൺനെസസറി കൂട്ടുകെട്ട് തന്നെയായിരുന്നു. എന്തിനാണ് ഒരു ഏട്ടൻ പരിവേഷം കെട്ടി പെങ്ങന്മാരെ കാണിച്ചതെന്ന് അറിയത്തില്ല. കാരണം ആദില നൂറയുടെ ക്യാരക്ടർ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്.
ക്യാരക്ടേഴ്സാണ്. വളരെ ഫേക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവർ രണ്ടുപേരും. അവർക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവുമല്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യമായിരുന്നു ഷാനവാസിൻ്റെ കൂടെ ആയാലും അനുമോളുടെ കൂടെ ആയാലും കൂട്ടുകൂടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യണ്ടായിരുന്നു. അതായിരുന്നു അനീഷേട്ടൻ്റെ നെഗറ്റീവ്. ഇനി അടുത്ത് നമുക്ക് നൂറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നൂറ എന്ന് പറയുമ്പോൾ നൂറ യാതൊരു തരത്തിലുള്ള ഗെയിമും ഇല്ലാത്ത വ്യക്തിയാണ്. വെറുതെ ഗെയിം ഇല്ലാതെ എങ്ങനെയൊക്കെയോ ക്യൂട്ട്നെസ് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് നൂറ. പക്ഷേ ടിക്കറ്റ് ടു ഫിനാലയുടെ ലാസ്റ്റ് വീക്കിൽ നൂറ വളരെ നന്നായിട്ട് ടാസ്ക് ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയിൽ വന്നു ടോപ്പ് 5 എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 5ാം സ്ഥാനത്തേക്ക് വരുന്ന നെവിനാണ്. നെവിനെ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ, നെവിന് ഒരുപാട് മോശമായ ക്യാരക്ടർ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ ഒരു വേറൊരു എൻ്റർടൈനർ എന്ന രീതിയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അക്ബർ ഒരു പാട്ടുകാരനാണെങ്കിൽ പോലും അക്ബർ വെറും മോശപ്പെട്ട വൃത്തികെട്ട വാക്കുകളും ഒക്കെ പ്രയോഗിച്ച് അങ്ങനെ അക്ബർ ജനമനസ്സുകളുടെ ഒരു മോശം ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. പാരഡി മാത്രമാണ്. പാരഡി പാട്ടുകാരൻ നമ്മൾ പണ്ട് ഞാനിൻ്റെയൊക്കെ കുഞ്ഞുവാവയായിരുന്നപ്പോൾ പാരഡി പാട്ടുകാരൻ എന്നുള്ള വീടി രായ്പിനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് അക്ബർ താന്നുപോയി. വീടി രായ്പിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഓരോരുത്തരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പാരഡി പാട്ടുകളായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് അക്ബറിനെ പറയാൻ പറ്റില്ല. നിവിനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിവിൻ കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് നിവിൻ നെഗറ്റീവ് ആനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അനുമോളെ പുറകെ നടക്കുകയും അനുമോളെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെന്ന് വളരെ മോശമായിട്ട് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഷാനവാസിക്കയോട് കാണിച്ചിട്ട് ആ ഒരു തോന്നിവാസവും ആ ഒരു സമയങ്ങളിൽ നമ്മുടെ നിവിൻ വളരെ അഗ്രസീവായിരുന്നു. ചിലപ്പോൾ അതൊരു മൂഡ് സിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലും അതല്ലെങ്കിൽ എന്തോന്ന് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയുന്നില്ല ഞാനിപ്പോൾ. എന്ത് തന്നെയായാലും അതാണ് നിവിനെ പുറകോട്ട് വലിച്ച ഘടകങ്ങൾ. പക്ഷേ വീണ്ടും നിവിൻ പഴയ ഒരു ഇതിലേക്ക് വന്നു. അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാനും അത്യാവശ്യം ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കാനും പിന്നെ കിച്ചണിലൊക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നിവിനെ കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ മണി ബാഗ് എടുക്കേണ്ട എന്ന് ലാലേട്ടൻ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തപ്പോൾ മണിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാത്തപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു താല്പര്യം നിവിന് തോന്നി തുടങ്ങി എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഡിക്ഷനിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ൻ്റെ 5ാം സ്ഥാനത്ത് നിവിൻ തന്നെ ആയിരിക്കും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം, അക്ബർ ആവാം ഇതിൻ്റെ സ്ഥാനത്ത്. എന്നാലും എൻ്റെ വ്യൂ പോയിന്റിൽ നിവിൻ തന്നെയായിരിക്കും വരുന്നത്. 1ാം സ്ഥാനത്ത് അനീഷേട്ടൻ, 2ാം സ്ഥാനത്ത് അനിമോൾ, 3ാം സ്ഥാനത്ത് ഷാനവാസുക, 4ാം സ്ഥാനത്ത് നൂറ, 5ാം സ്ഥാനത്ത് നെവിൻ. ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് അറിയിക്കൂ. നമുക്ക് ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടാം. എന്തായാലും ടോപ്പ് 1, ടോപ്പ് 2, ടോപ്പ് 3 എന്നൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും അറിയിക്കുക. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.